എത്താം. ഇപ്പോൾ TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി RSS മുഖപത്രം രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. സജിത്ത്, റീ എഡിറ്റ് ചെയ്ത പതിപ്പ് പ്രദർശനത്തിന് എത്തുകയാണ്. ഇന്നലെ ടീം എമ്പുരാന് വേണ്ടി മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അരിശം തീരുന്നില്ല RSSന് എന്നാണോ? തീർച്ചയായും ആ തരത്തിലാണ് ആര്യ പ്രതിഷേധമുണ്ടാവുന്നത്. ഈ ഓർഗനൈസറിൽ തുടർച്ചയായ ലേഖനങ്ങളിലൂടെ ഈ എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പുറത്തുവരുന്ന ലേഖനത്തിൽ പൃഥ്വിരാജിന്റെ നീക്കങ്ങളാണ്. പൃഥ്വിരാജിന് ദേശവിരുദ്ധ താല്പര്യമെന്നതാണ് ഉന്നയിക്കുന്ന ആരോപണം. ലക്ഷദ്വീപ് വിഷയത്തിൽ, ഒപ്പം തന്നെ സേവ് ലക്ഷദ്വീപ് സമരങ്ങളുടെ ഭാഗമായത്, CAA പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായത്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൃഥ്വിരാജിനെതിരെ ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ഇപ്പോഴത്തെ ലേഖനത്തിൽ പൃഥ്വിരാജിനെതിരെ മാത്രമല്ല, സഹോദരൻ ഇന്ദ്രജിത്തിനെതിരായ പരാമർശം കൂടി ഇതിന് ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആ തരത്തിൽ രൂക്ഷമായ പരാമർശമാണ് നടന്നത്. പൃഥ്വിരാജ് കാലങ്ങളായി നടത്തുന്ന നീക്കങ്ങളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പലപ്പോഴും ഭരണ സംവിധാനങ്ങളെ പോലും ദുർബലമാക്കുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് ഓർഗനൈസറിലൂടെ വീണ്ടും പൃഥ്വിരാജിനെതിരെ നടത്തുന്നത്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നവമി സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഇത്രത്തോളം വലിയ വിമർശനങ്ങളും സൈബർ അറ്റാക്കും ഒക്കെ നടക്കുന്നു. അതും ഇപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിയാണ്. അതിൽ അഭിനയിക്കാൻ ആളുകൾ തയ്യാറായി, അത് പ്രൊഡക്ഷൻ ചെയ്യാൻ ആളുകൾ തയ്യാറായി. പക്ഷേ ഈ ആളുകൾക്കൊന്നും ഇല്ലാത്ത, നേരിടേണ്ടി വരാത്ത അത്ര തരത്തിലുള്ള വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ നേരിടേണ്ടി വരുന്നത് പൃഥ്വിരാജിനാണ്. ഒരു പക്ഷേ പൃഥ്വിരാജ് നേരത്തെ കാലങ്ങളിലൊക്കെ സ്വീകരിച്ച പല നിലപാടുകളുടെ പേരിൽ കൂടി അതിനെ കൂടി കണക്ട് ചെയ്തായിരിക്കാം ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സിനിമയുടെ പേരിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നിരിക്കെ സിനിമാ മേഖലയിലുള്ള സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആര്യ, നമുക്കറിയാം ഈ പൃഥ്വിരാജിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം നേരിടുന്ന വലിയ ഒരു പേരുദോഷം എന്ന് തന്നെ പറയാം. കാരണം നിലപാടുകൾ ഉറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരിയായി, അഹങ്കാരിയായി, പൃഥ്വിരാജിനെ എപ്പോഴും ഒരു അഹങ്കാരിയായി തന്നെയാണ് മലയാളികൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നിലപാടുകൾ ഉയർത്തി പറയുവാനും അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കുവാനും അഭിപ്രായങ്ങൾ പറയാനും ഒന്നും ഭയപ്പെടാത്ത ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് സ്വാഭാവികമായും പൃഥ്വിരാജിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹം ഇതിനു മുൻപ് ചെയ്തു വെച്ച ചില സിനിമകൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ള സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ പൃഥ്വിരാജ് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് മുതൽ അല്ലെങ്കിൽ ഒരു എഴുത്ത് മുതൽ ഇത് പൂർത്തിയായി തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടികളെ വിമർശിക്കുക എന്നുള്ളൊരു ആ ഒരു നിലപാട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമില്ലേ എന്നുള്ളൊരു രീതി, അല്ലെങ്കിൽ അങ്ങനെ പൃഥ്വിരാജ് ചിന്തിക്കാതെ ഇത് സിനിമ ഇറക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. മറ്റൊന്ന് മോഹൻലാലാണ്. മലയാളികൾക്ക് ഏറെ അഭിമാനമുള്ളൊരു താരം, നമ്മുടെയൊക്കെ അഹങ്കാരമായി തന്നെ തുടരുന്ന മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള ഒരു രീതി വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് RSS പ്രവർത്തകർക്ക് വലിയ വേദനയുണ്ടാക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് അവർക്കെതിരെ നേരിടുന്ന ഈ ഒരു സൈബർ അറ്റാക്ക്. പക്ഷേ അപ്പോഴും സിനിമാ മേഖലയിലുള്ളവർ ഇവർക്കൊരു പിന്തുണയുമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പോലും തയ്യാറാകുന്നില്ല. ഈ മേജർ രവി സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം വലിയ അഭിപ്രായമായിരുന്നു. ഇത് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറുന്ന ഒരു സിനിമയാണ്, ഇത് കോടികൾ നേടുമെന്ന് അഭിപ്രായം പറഞ്ഞു പോയ മേജർ രവി തന്നെ പിന്നീട് വിവാദങ്ങളായതിനു ശേഷം ഫേസ്ബുക്കിൽ വന്ന് പൃഥ്വിരാജിനെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മോഹൻലാലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് വലിയ രീതിയിൽ വിമർശനം ആയി നിൽക്കുന്ന സാഹചര്യമാണ്. പലപ്പോഴും ഈ സിനിമാ മേഖലയിലുള്ളവർ ഇതിലൊരു പ്രതികരണമായി എത്താത്തത് ഭയപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ പരോക്ഷമായി അല്ലെങ്കിൽ ഫോണിലൂടെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവർ വരാത്തത് ഈ ഒരു രാഷ്ട്രീയത്തെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ RSS ഏതെങ്കിലും തരത്തിൽ അവരുടെ വായ അടപ്പിക്കുമോ, ഏതെങ്കിലും വിമർശനം അവർക്ക് നേരെ വരുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു മോഹൻലാലിൻ്റെ ഈ നിലപാട് മാറ്റത്തിലൊക്കെ പറയുന്നത് ഷാറൂഖ് ഖാൻ്റെ ജവാൻ ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ വിജയുടെ സിനിമ ഇറങ്ങിയപ്പോഴൊക്കെ അവരെടുത്ത നിലപാട് എന്തുകൊണ്ട് മോഹൻലാലിന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എന്തായാലും ഈ ഒരു വിവാദം വലിയ വിഷമമുണ്ടാക്കിയെന്ന്
ഉറപ്പാണ്. ഇനി എന്താണ് ഈ സിനിമാ സംഘടനകളുടെ നിലപാട്? ഈ താരസംഘടനയായ അമ്മയായിക്കോട്ടെ, ഫെഫ്കെ ആയിക്കോട്ടെ, സംവിധായകരുടെ സംഘടന ആയിക്കോട്ടെ, ആരും തന്നെ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. വരും മണിക്കൂറിൽ നമുക്ക് അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സിനിമയുടെ ഇറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത് സിനിമ വലിയ ചരിത്രമാകും, വലിയ ലാഭമുണ്ടാക്കും, മലയാള സിനിമയുടെ ചരിത്രം തലവര തിരുത്തി എഴുതും, വലിയ കളക്ഷൻ നേടും, അഭിമാനമാകുമെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും പക്ഷെ ഇപ്പോൾ ഇവരാരെയും കാണുന്നില്ല. പ്രതികരണം തേടുമ്പോൾ ഇവരാരും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന മറുപടി കൂടിയാണ് തരുന്നത്. എന്തായാലും വരും മണിക്കൂറിലൊക്കെ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി എമ്പുരാന്റെ റീ എഡിറ്റഡ് വേർഷൻ വരുമ്പോൾ ആളുകൾ തിയേറ്ററിൽ തന്നെ കാണുമോ, അതോ ഇനി ആളുകളുടെ എണ്ണത്തിൽ, കളക്ഷനിലെ എണ്ണത്തിലൊക്കെ കുറവ് വരുമോ എന്നൊക്കെ നമുക്ക് വൈകാതെ അറിയാൻ കഴിയും. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിക്കുന്നത് റീ എഡിറ്റഡ് വേർഷൻ ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലേക്ക് കൂടിയോ തിയേറ്ററുകളിൽ എത്താനുള്ള സാഹചര്യമാണുള്ളത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നതാണ് സാഹചര്യം. എന്തായാലും വിവാദങ്ങളും വിമർശനങ്ങളും എമ്പുരാനെ വിടുന്നില്ല, പൃഥ്വിരാജിനെ വിടുന്നില്ല. RSS മുഖപത്രം വീണ്ടും വിമർശനവുമായി രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്.